ഏയ് താപസ, മടിച്ചു നിൽക്കുന്ന കുരുന്നുകളെ ഇളക്കി വിട്ട് എന്നെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇനി അവരെയും ഞാൻ വെറുതെ വിടില്ല. ആദ്യം ഞാൻ ആ 2 നീർക്കോലുകളെയും വധിച്ച് പിന്നെ ഇതിനെല്ലാം കാരണക്കാരനായി നിന്നെ അടിച്ചു നുറുക്കുന്നതാണ്. ഇത് കണ്ടോളൂ എന്റെ ശക്തി. കണ്ടോളൂ. ഓഹോ, നീ ഇത്തരം വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതാ എന്റെ ത്രിശൂലത്തിന് മറുപടി പറയ. ആ പാപിയുടെ കഥ കഴിഞ്ഞു. രാമ, നല്ലവർ ചൊല്ലുന്ന നല്ല കാര്യങ്ങൾ ദുഷ്ടന്മാരുടെ മനസ്സിൽ തങ്ങി നിൽക്കാതെ പുറത്തു പോകുന്നത് പോലെ നിന്റെ അരുമയായ അമ്പും താടകയുടെ ഉടലിൽ തങ്ങാതെ പുറത്തു പോയിരിക്കുന്നു.
ഭഗവാനെ, ഭൂമിയിൽ ധർമ്മത്തെ നിലനിർത്താൻ പിറവിയെടുത്ത ശ്രീരാമ, അങ്ങയിലൂടെ ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച ശാപത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു. എന്റെ രാക്ഷസീ രൂപവും മാറിയിരിക്കുന്നു. ഇനി എനിക്ക് എന്റെ ലോകത്തേക്ക് പോകാം. അങ്ങേക്ക് എന്റെ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വിട തന്നാലും പ്രഭു. സ്വാമി, എന്താണിത്? ഞാൻ മഹാരാക്ഷസിയായ താടകയല്ലേ വധിച്ചത്? അവളുടെ ഉടലിൽ നിന്ന് ഒരഴകുള്ള സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞുകളഞ്ഞല്ലോ. അവൾ ആരാണ്? രാമ, അവൾ വേറെയാരുമല്ല. അവളാണ് ശരിക്കുമുള്ള താടക. എന്ത്? ശരിക്കുമുള്ള താടകയോ? അതേ രാമ. വളരെ കാലങ്ങൾക്ക് മുമ്പ് സുകേതു എന്നൊരു യക്ഷൻ ജീവിച്ചിരുന്നു. നല്ലവനായ അവന് കുട്ടികളില്ലാത്തതിനാൽ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ 1000 ആനയുടെ ബലമുള്ള താടക മകളായി ജനിച്ചു. തന്റെ മകൾ യൗവനത്തിലെത്തിയതും സുന്ദൻ എന്നൊരു യക്ഷന് അവളെ വിവാഹം കഴിച്ചുകൊടുത്തു. മഹാമുരടനായ സുന്ദൻ താടകയിലൂടെ സുബാഹു, മാരീചൻ എന്നിങ്ങനെ 2 പുത്രന്മാരെ ലഭിച്ചതിനു ശേഷം അഗസ്ത്യമുനിയെ പലവിധത്തിൽ കഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശാപത്താൽ മരണമടഞ്ഞു. താടക തന്റെ പതിയോടുള്ള സ്നേഹത്താൽ അവനെ വധിച്ച അഗസ്ത്യനോട് കോപത്താൽ തന്റെ പുത്രന്മാരുമായി ചേർന്ന് അദ്ദേഹത്തെ പല രീതിയിൽ കഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അഗസ്ത്യമുനി കോപം പൂണ്ട് 3 പേരും രാക്ഷസന്മാരായി മാറട്ടെ എന്ന് ശപിച്ചു. അതിനുശേഷം കുമാരന്റെ അമ്പാൽ മുറിവേറ്റ് അവർക്ക് ശാപമോക്ഷം കിട്ടിയതിനു ശേഷം സ്വന്തം ലോകത്തേക്ക് പോകാൻ കഴിയുമെന്നും പറഞ്ഞു. അതിൻ പ്രകാരം ദാ ഇപ്പോ താടകയ്ക്ക് ശാപമോക്ഷം കിട്ടി യക്ഷലോകത്തേക്ക് പോയിരിക്കുകയാണ്. അവളുടെ കുഞ്ഞുങ്ങളെയും വൈകാതെ തന്നെ നീ കണ്ടെത്തും. വന്നോളൂ. മാമുനി ശ്രേഷ്ഠ, ദൈവം നമുക്ക് ആവശ്യാനുസരണം അറിവും വിദ്യയും പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നമുക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. 1, നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ നാം അറിവ് എന്ന പെട്ടി തുറന്ന് ഈ ലോകജനതയ്ക്ക് പകരുന്നതിനു വേണ്ടിയാണ്. മറ്റൊന്ന്, വിവേകവും ജ്ഞാനവും ഭക്തിയുമുള്ള ശിഷ്യന്മാരെ വാർത്തെടുത്താൽ ഇത് അവർക്ക് കൂടി ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉത്തമരായ ശിഷ്യന്മാരെ ആരെങ്കിലും കിട്ടുമോ എന്നറിയാനായി തേടുന്നത്. മുനിവരിയ, നമുക്ക് ഈ അറിവ് പകർന്ന ഭഗവാൻ തന്നെ ആവശ്യാനുസരണം ശിഷ്യന്മാരെയും നൽകാം. സത്യം, കളങ്കമില്ലാത്ത സത്യം. ക്ഷത്രിയനായിരുന്ന ഞാൻ സാത്വികത്തെ ഉപാസിച്ച് ജ്ഞാനിയായതിനു ശേഷം ഭഗവാൻ എന്നിലേക്ക് 1000 വിദ്യകൾ പകർന്നു തന്നത് താൻ അവതാരമെടുക്കുന്ന കാലത്ത് തനിക്ക് ആവശ്യമുള്ളപ്പോൾ അത് എന്നിലൂടെ ഉപയോഗപ്പെടുത്താനാണെന്നും പറയാം. ആ മുനിവര്യന്മാരോ ഉത്തമ ശിഷ്യന്മാരെ തേടി അലയുന്നു. ഇവിടെ വിദ്യകൾ കൊടുത്തവൻ തന്നെ ഉത്തമ ശിഷ്യരായി അഭിനയിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കാനായി എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും എന്തിനാണ് ഞാൻ ആ വിദ്യകളെ ചുമന്നുകൊണ്ടിരിക്കുന്നത്? ആരാണോ നൽകിയത് അത് അവർക്ക് തന്നെ തിരിച്ചു നൽകിയേക്കാം. സ്വാമി, എന്താണ് ചിന്തിക്കുന്നത്? നാം പോകേണ്ട വീഥിയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അല്ല, ശരിയായ വീഥിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തെപ്പറ്റി
ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ത് കാര്യമാണ് സ്വാമി? പറയാം. രാമ, ഞാൻ എൻ്റെ തപോബലത്താൽ ദണ്ഡചക്രം, കാലചക്രം, ധർമ്മചക്രം, വിഷ്ണുചക്രം, ഐന്ദ്രം, വജ്രം, ശിവശൂലം, പ്രാഷ്ട്രം ഇങ്ങനെയുള്ള എല്ലാ അസ്ത്രങ്ങളെയും അസ്ത്രദേവതകളെയും എന്നിൽ സിദ്ധിച്ചു വച്ചിരിക്കുകയാണ്. അവയെ ഉപയോഗിക്കുന്നത്, തിരികെ വരുത്തുന്നത്, ഇങ്ങനെയുള്ള എല്ലാ മന്ത്രങ്ങളും എന്റെ യോഗശക്തിയാൽ നിനക്ക് നൽകാൻ പോകുന്നു. അതിനുശേഷം നീ ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് നിന്റെ അനുജൻ ലക്ഷ്മണന് നീ അത് നൽകണം. മംഗളം ഭവിക്കട്ടെ. രാമ, നമ്മൾ നമ്മുടെ സിദ്ധാശ്രമത്തിന്റെ അടുത്തെത്താറായി. അതാ നോക്കൂ. വന്നാലും മഹാമുനി, നമ്മൾ അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടു വന്നത് മുതൽ എത്രയോ മനോഹരമായ കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളിലെല്ലാം ഉപരിയായി ഈ ആശ്രമം വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നതായി തോന്നുന്നു. രാമ, സ്വാമി, മറ്റൊരു വിധത്തിൽ നീ ഇതറിയുന്ന ഇടം തന്നെയാണ്. എന്ത്? ഞാൻ അറിയുന്ന ഇടമോ? അതെ, അതായത് മഹാബലി ഇന്ദ്രമുനിക്ക് വെല്ലുവിളിയായി വന്നു കഴിഞ്ഞാൽ ഭൂലോകത്ത് മനുഷ്യരും സ്വർഗലോകത്ത് ദേവന്മാരും എന്ന നീതിവ്യവസ്ഥ ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണു കശ്യപരുടെ പുത്രനായി പിറന്ന് മഹാബലിയുടെ യശസ് ഇല്ലാതാക്കുവാൻ അദ്ദേഹത്തോട് 3 അടി മണ്ണ് ചോദിച്ചു. തൻ്റെ ഈരടി കൊണ്ട് വിണ്ണും മണ്ണും അളന്ന് 3ാമത്തെ അടി വയ്ക്കുവാനുള്ള ഇടമില്ലാതെ മഹാബലിയുടെ തലയിൽ വെച്ച് അദ്ദേഹത്തെ അങ്ങനെ തന്നെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ആ കഥ നിനക്കറിയാമല്ലോ അല്ലേ? കേട്ടുകേൾവിയുണ്ട് സ്വാമി. ആ മഹാപുരുഷനായ വാമനൻ പിറന്നു വളർന്നത് ഈ സിദ്ധാശ്രമത്തിലായതുകൊണ്ടാണ് ഇതിനെ നിനക്കറിയാവുന്ന ഇടമെന്ന് ഞാൻ പറഞ്ഞത്. രാമ, അങ്ങനെ പേരുകേട്ട ഈ ആശ്രമത്തിലാണ് ഞാൻ വസിക്കുന്നത്. നിങ്ങളുടെ കാവലിൽ ഞാൻ യാഗം ചെയ്യാൻ പോകുന്നതും ഇവിടെയാണ്. അത് ഞങ്ങളുടെ ഭാഗ്യമാണ് സ്വാമി. മഹാമുനിവര്യന് ഞങ്ങളുടെ പ്രണാമം. അങ്ങയുടെ വരവിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. എന്റെ പ്രിയ തോഴന്മാരെ, വന്നാലും. രാമ, ലക്ഷ്മണ, ഇവരൊക്കെ ഈ അങ്കവനത്തിൽ പിറന്ന് ലോക നന്മയ്ക്കായി തപസ് ചെയ്യുന്ന ഉത്തമന്മാരാണ്. അങ്ങയുടെ തോഴന്മാരല്ലേ? മുനിശ്രേഷ്ഠന്മാരെ, അവിടുത്തെ പുണ്യ തിരുവടികളിൽ അടിയന്റെ പ്രണാമം.
ദീർഘായുഷ്മാൻ ഭവ. മുനിശ്രേഷ്ഠന്മാരെ, ഇവർ അയോധ്യ രാജാവ് ദശരഥന്റെ പുത്രന്മാരാണ്. ഇത് രാമൻ, അനുജൻ ലക്ഷ്മണൻ. ഇവർ ഇരുവരും മികവുറ്റ വില്ലാളികളാണ്. നമ്മൾ ചെയ്യുന്ന യാഗത്തെ കാക്കാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. പുണ്യപുരുഷന്മാരായി അവതരിച്ചിരിക്കുന്ന ഈ രാജകുമാരന്മാർ മാർഗമധ്യേ നമ്മുടെ യാഗത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന രാക്ഷസിയായ താടകയെ വധിച്ചതിന് ശേഷമാണ് വന്നത്. അതെയോ? താടകയുടെ വധത്തിലൂടെ ഇനി ധരണിയിൽ ധർമ്മം വിളയാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളെ തന്നെ നമ്മുടെ യാഗം ആരംഭിക്കാം. അതിനുവേണ്ട വസ്തുക്കളെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്നാലും. ഇതാ ഇപ്പൊ തന്നെ പുറപ്പെടുകയാണ്. രാമ, ഞാൻ കർമ്മിയായിരുന്നു കൊണ്ട് ഇപ്പോൾ ഈ യാഗം ആരംഭിക്കാൻ പോവുകയാണ്. യാഗം അവസാനിക്കുന്നതുവരെ ഞാൻ നിഷ്ഠയോടെ ഇരിക്കണം. ആയതിനാൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടെ വേണം ഇരിക്കാൻ. സ്വാമി, യാഗത്തിന് യാതൊരു വിധമുള്ള തടസ്സങ്ങളും കൂടാതെ ഞങ്ങൾ കാവലിൽ നിന്നുകൊള്ളാം. അങ്ങ് യാഗം ആരംഭിച്ചുകൊള്ളൂ. രാമ, ഞാൻ യാഗം ആരംഭിച്ച് ആ പുക കാറ്റിൽ പടർന്നു കഴിഞ്ഞാൽ അതിന്റെ വാസന ശ്വസിച്ച് അസുരന്മാർ നമ്മെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അവർ മനുഷ്യരൂപത്തിൽ മാത്രമല്ല, മായാരൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ വരുന്നവരിൽ പ്രധാനപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടോ സ്വാമി? ഇല്ലാതിരിക്കുമോ രാമ? ഉണ്ടല്ലോ. അവരാണ് നീ വധിച്ച താടകയുടെ പുത്രന്മാരായ സുബാഹുവും മാരീചനും. അതെ ജ്യേഷ്ഠ, അങ്ങ് അവരുടെ മാതാവിനെ വധിച്ചതിനാൽ നമ്മിൽ കോപിഷ്ഠരായി അവർ നിശ്ചയമായും വരും. വരട്ടെ, നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ യാഗം ആരംഭിക്കാം. ആവട്ടെ സ്വാമി. ലക്ഷ്മണ, നീ ഇവിടെ തന്നെ നിന്ന് അസുരന്മാർ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊള്ളൂ. ഞാൻ യാഗശാലയെ വലം വെച്ച് വരാം.